സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അപ്പസ്തോലന്മാർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ കൃപയുടെ സുവിശേഷം എന്നുള്ള ഈ ചാനലിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷമല്ല, മറിച്ച് കൃപയുടെ സുവിശേഷമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ വ്യത്യസ്തതകൾ എന്താണെന്ന് നമുക്കറിയാം. കർത്താവ് പന്തിരുവരിലൂടെ തുടങ്ങി വെച്ച ആ ദൈവരാജ്യ ശുശ്രൂഷ യഹൂദൻ്റെ തിരസ്കരണം മൂലം ദൈവം അതിനെ അല്പമായി ഹോൾഡ് ചെയ്യുകയും, എന്നാൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം പൗലോസ് എന്ന മനുഷ്യനെ ദൈവം ഗ്രഹിപ്പിക്കുകയും അത് ലോകത്തോട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ജാതികളുടെ അപ്പോസ്തലനായി പൗലോസ് പിന്നീട് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ക്രിസ്തീയകുലത്തിൽ ഏറെ ചർച്ചകൾക്കും അല്ലെങ്കിൽ സംശയങ്ങൾക്കും ഇടയാക്കിയ ഒരു വാക്യമാണ് എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ളൊരു വാക്ക്, ഈ വാക്യം വായിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ചിന്തയിൽ ഓടി വരുന്നത് 12 അപ്പോസ്തലന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരെക്കുറിച്ചുമാണ് നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്നതെങ്കിലും ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാർ തികച്ചും വ്യത്യസ്തരായ അപ്പോസ്തലന്മാരാണ്. കാരണം നമുക്കറിയാം, രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് 12 നിയമിച്ചത്, അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരെയാണ് അപ്പോസ്തലന്മാരായി നിയമിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തത്. നമുക്കതിന് ആധാരമായിട്ട് 1-2 വാക്യങ്ങളെ നമുക്കൊന്ന് വായിച്ചാലാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. എന്നാലാണ് നമുക്കതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. ഈ വാക്യം വായിച്ചപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. കർത്താവ് രാത്രികാലം മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരെ മാത്രമല്ല അടുക്കൽ വിളിച്ചത്, കർത്താവിനോടുകൂടെ കർത്താവിനെ പിൻപറ്റുന്ന അനേക ശിഷ്യഗണങ്ങൾ കർത്താവിനുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ശിഷ്യന്മാരെ എല്ലാവരെയും കർത്താവ് അടുക്കൽ വിളിച്ചിട്ട് ആ ശിഷ്യഗണത്തിൽ നിന്നും 12 പേരെ മാത്രമാണ് കർത്താവ് എന്ത് ചെയ്തത്, തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. കണ്ടോ, അനേകം ശിഷ്യന്മാരിൽ നിന്നും 12 പേരെ പ്രത്യേകം വിളിച്ച് വേർതിരിച്ച് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് കൊടുക്കുകയാണ്. അവർ ആരെന്നാൽ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശീമോൻ, പത്രോസ് എന്നവൻ പേര് വിളിച്ച ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, ഇങ്ങനെ താഴേക്ക് 12 പേരുടെ പേരുകൾ പറയുകയാണ്. അപ്പോൾ തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുകയാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കെ വിളിച്ചു. കണ്ടോ, ഇവിടെ കർത്താവ് കൃത്യമായിട്ട് കർത്താവിനെ ബോധിച്ചവരെ 12 പേരെ കർത്താവ് അടുക്കെ വിളിച്ച് തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് തിരഞ്ഞെടുത്തത്? അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും 12 നിയമിച്ചു. അപ്പോൾ ഇവിടെ ഒരു വലിയ കൂട്ടം ശിഷ്യഗണത്തിൽ നിന്നുമാണ് 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. നമുക്കൊരു വാക്യം കൂടി നമുക്കത് ആധാരമായിട്ട് നമുക്കൊന്ന് സവിസ്തരം ചിന്തിക്കുവാൻ വേണ്ടി നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലാണ് ഈ കാര്യം വീണ്ടും പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായവും മർക്കോസ് 3-ാം അധ്യായവും വായിച്ചാലാണ് മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വായിക്കുകയാണ്, അനന്തരം അവൻ 12 ശിഷ്യന്മാരെയും അടുക്കെ വിളിച്ചു. അപ്പോൾ 12 ശിഷ്യന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. എങ്ങനെയാണ്? വലിയൊരു കൂട്ടം ശിഷ്യന്മാരിൽ നിന്നുമാണ് 12 പേരെ, കൃത്യമായി എണ്ണസംഖ്യ തികച്ച് 12 പേരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അവരെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും
അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത് എന്ന് പറഞ്ഞിട്ട് 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുകയാണ്. അതിൻ്റെ 5-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുകയാണ്: ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. അപ്പോൾ ഈ 12 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത്, അല്ലേ, അനേകം ശിഷ്യന്മാരിൽ നിന്നും പ്രത്യേകിച്ച് 12 പേരെ തിരഞ്ഞെടുത്ത് പ്രത്യേകമായിട്ടുള്ള ചില അധികാരങ്ങൾ അവർക്ക് കൊടുത്ത്, അല്ലേ, അമാനുഷികമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ജാതികളുടെ അടുക്കിലേക്ക് പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. അങ്ങനെ ചെന്നിട്ട് എന്തു പറയണം? നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. കണ്ടോ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് ഏൽപ്പിച്ച ശുശ്രൂഷ. അവരുടെ സുവിശേഷ പ്രസംഗത്തിലെ ഘടകം എന്തായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലേ, എന്ന് ഘോഷിക്കാനാണ് പറഞ്ഞത്. അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ കാണിക്കുവാനും, അല്ലെങ്കിൽ ദൈവമാണ് ഇവരെ അയച്ചതെന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. കാരണം യഹൂദൻ അടയാളം അന്വേഷിക്കുന്നവനാണ്. അവൻ അടയാളം കണ്ടില്ലെങ്കിൽ ഒന്നും അവൻ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ആ അധികാരം കൂടി ആർക്ക് കൊടുത്തിരിക്കുകയാണ്? 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്ത് ദൈവം അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാൻ പറയുകയാണ്. കർത്താവ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ സുവിശേഷവുമായി അവരെ പറഞ്ഞയക്കുന്നത്, അല്ലേ. അപ്പോൾ നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 2-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് വരെയുള്ള സകല സാമ്രാജ്യ ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കി എന്നേക്കും നിലനിൽക്കുന്നൊരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. അപ്പോൾ ആ ദൈവരാജ്യം ദൈവം വാഗ്ദത്തം ചെയ്ത രാജ്യമാണ്. അല്ലെങ്കിൽ പ്രവാചകന്മാർ മുതൽ ദൈവം ഇത് യഹൂദന്മാർക്ക് ദൈവരാജ്യ സംബന്ധമായി അവർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്നു. ദൈവം എന്നേക്കും നിലനിൽക്കുന്നൊരു രാജ്യം സ്ഥാപിക്കും എന്നുള്ളത്. ആ രാജ്യം സ്ഥാപിക്കാൻ ഇതാ വന്നിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. എന്നാൽ നമുക്കറിയാം, യഹൂദൻ്റെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവും സ്നാപയോഹന്നാനും 12 അപ്പോസ്തലന്മാരും, അല്ലെങ്കിൽ സകല സന്നാഹത്തോടു കൂടെ സ്വർഗം ആ പ്രത്യേകമായിട്ടുള്ള ഒരു 3.5 വർഷക്കാലം അവരുടെ ഇടയിൽ വളരെ അധ്വാനിച്ചു. ദൈവരാജ്യ സംബന്ധമായി ഇതാ ദൈവരാജ്യം വന്നിരിക്കുന്നു, മനസാന്തരപ്പെടുവിൻ എന്നൊക്കെയും പ്രസംഗിച്ചെങ്കിലും യോഹന്നാനെ കഴുത്തെടുത്ത് കൊല്ലുന്നു, കർത്താവിനെ ക്രൂശിക്കുന്നു, 12 പേരെ ഓടിച്ചിട്ട് പീഡിപ്പിക്കുന്നു, ചിലരെ കൊന്നുകളയുന്നു. അങ്ങനെ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരോട് പറയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പോലും ഇവർ മറുതലിച്ചു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന പദ്ധതി ദൈവം അവരിൽ നിന്നും എന്ത് ചെയ്തു? അതിനെ അല്പകാലത്തേക്ക് അതിനെ ഹോൾഡ് ചെയ്യുവാനിടയായിത്തീർന്നു. അല്പകാലത്തേക്ക് അതിനെ ഹോൾഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അതെന്തോ വിശ്വസിക്കാൻ വല്ലാത്ത ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഞാനും കാണുന്നത്. കാരണം പൗലോസ് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള രഹസ്യം അറിയാതിരിക്കരുത്, നിങ്ങൾ ഈ സത്യം അറിയണം എന്നുള്ളത് പൗലോസ് റോമാലേഖനം 11-25 വാക്യത്തിൽ പറയുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ജാതികളുടെ സംഖ്യ ചേരുവോളം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. കണ്ടോ, അതായത് ജാതികളായ നമുക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഈ പീരീഡ്, യഹൂദൻ്റെ തിരസ്കരണം മൂലമാണ് ആ രക്ഷ നമുക്ക് കൈവന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. റോമാലേഖനം 11-ാം അധ്യായത്തിലൊക്കെയും വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനമായി തീർന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭ്രംശം, അവരുടെ തിരസ്കരണം ലോകത്തിന് നേട്ടം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വീഴ്ചയാണ് ഈ ഒരു പദ്ധതിയിലേക്ക്. ഇത് ദൈവത്തിന് അനാദികാലം മുതലേ അറിയാവുന്ന ദൈവം അനാദികാലം മുതലേ മറച്ചിരുന്നൊരു മാർമിക സത്യമാണ് യഹൂദൻ്റെ തിരസ്കരണത്തിന് ശേഷം അപ്പോസ്തലനായ പൗലോസിനെ ഭരമേൽപ്പിച്ചതെന്ന് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ 12 അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ അത് യഹൂദൻ്റെ ഇടയിൽ നടത്തി. കർത്താവ് കൃത്യമായി പറഞ്ഞു, ജാതികളുടെ അടുക്കൽ പോകരുത്, അവരെ പ്രത്യേകം 12 പേരെ തിരഞ്ഞെടുത്ത് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ് അവരെ പറഞ്ഞയച്ചത് എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ
രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ തിരസ്കരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു അപ്പസ്തോലനെ ദൈവം സ്വർഗത്തിൽ ചെന്നതിന് ശേഷം തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ചിലരെ അപ്പസ്തോലന്മാരെയും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് എഫെസ്യ ലേഖനം 4-ന്റെ 11-ാം വാക്യത്തിൽ പറയുന്നതാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 3-ന്റെ 5-ാം വാക്യമാണ്. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ട 12 അപ്പോസ്തലന്മാർക്ക് അറിയാതിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ മറ്റു ചില അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടത്. അതെങ്ങനെയാണ് മറ്റു ചില അപ്പോസ്തലന്മാർ എന്ന് പറയാൻ കാരണം? പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ 12 ആർക്കുടെ അപ്പോസ്തലനാണ്? അവർ ജാതികളുടെ അപ്പോസ്തലനല്ല, അവർ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ അപ്പോസ്തലന്മാരാണ്, അല്ലെങ്കിൽ ദൈവം നിയമിച്ച രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്. നമുക്ക് അതിനാധാരമായിട്ട് നമുക്ക് 1-2 കാര്യങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ജാതികളുടെ അപ്പോസ്തലനാണ് പൗലോസ് എന്ന് നമ്മൾ ചിന്തിച്ചുവല്ലോ. 1-2 വാക്യങ്ങൾ അതിനാധാരമായിട്ട് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 11-ന്റെ 13-ാം വാക്യം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ, കൃത്യമായിട്ട് പൗലോസ് പറയുകയാണ്, ജാതികളോട് പറയുകയാണ്, ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ്. അപ്പോൾ പൗലോസിൻ്റെ സ്വയപ്രഖ്യാപനമാണോ ഈ ജാതികളുടെ അപ്പോസ്തലനാണ് താനെന്ന്? ഒരിക്കലുമല്ല. നമുക്കതിനാധാരമായിട്ട് നമുക്ക് ഗലാത്യ ലേഖനം ഒന്നെടുക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഗലാത്യ ലേഖനം 1-ന്റെ 16-ാം വാക്യം ഇവിടെ പറയുകയാണ്, കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ, അപ്പോൾ തനിക്ക് മുൻപ് അപ്പോസ്തലന്മാരായിട്ടുണ്ട്. ആരാണ്? 12 പേര് തനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതാ 13-ാമനായിട്ടുള്ള ഒരു അപ്പോസ്തലൻ. ആ 13-ാമനല്ല, രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങളെ മാറ്റം ദൈവം ചെയ്തപ്പോൾ അവിടെ പ്രഥമ വ്യക്തിയായി, പ്രഥമ അപ്പോസ്തലനായി, ജാതികളുടെ അപ്പോസ്തലനായി പൗലോസിനെ ദൈവം നിയമിക്കുകയാണ്. ഈ അപ്പോസ്തല അധികാരം പൗലോസിന് എങ്ങനെ ലഭിച്ചുവെന്നാണ് ഗലാത്യ ലേഖനം 1-ന്റെ 1-ൽ പറയുന്നത്. മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും. വ്യക്തമായി പറയുകയാണ്, പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലുമാണ് പൗലോസ് അപ്പോസ്തലനായത്. ഞാൻ എന്തിനാണ് ഇത്രയും വാക്യങ്ങൾ വായിച്ചത്? ഇപ്പോൾ എത്രയും വാക്യങ്ങൾ വായിച്ചു. ഗലാത്യ ലേഖനം 1-ന്റെ 16, റോമർ 11-ന്റെ 13. ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചത് ഇതെല്ലാം തിരുവചനത്തിലുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ നിലയ്ക്ക് അത് ലളിതമായി പറഞ്ഞാലാണ് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ 12 അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് രാജ്യത്തിൻ്റെ സുവിശേഷ സംബന്ധമായി, ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ആ രാജ്യത്തിൻ്റെ സുവിശേഷം തിരസ്കരണം സംഭവിച്ചപ്പോഴാണ് പൗലോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുത്ത്. ആ അപ്പോസ്തലനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ഒരു വ്യത്യസ്തത കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഭൂമിയിൽ താൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ്. എന്നാൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷമാണ് പിന്നീട് അപ്പോസ്തലനായ പൗലോസിനെയും സഹ അപ്പോസ്തലന്മാരെയും കർത്താവ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ച എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്ന പോലെ ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അത് അറിഞ്ഞിരുന്നില്ല, അത് മറവായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസിനാണ് ഇത് ആദ്യമായി വെളിപ്പെട്ടത് എങ്കിൽ തനിക്ക് മുൻപുണ്ടായ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലന്മാർക്കൊന്നും ഈ സംഗതികളെക്കുറിച്ച് അറിവായിരുന്നില്ല. കാരണം കർത്താവ് അവരെ അത് ഏൽപ്പിച്ചിരുന്നില്ല. അവർക്ക് എന്തോ കുറവുണ്ടായിട്ട് കൊടുക്കാതിരുന്നതല്ല, മറിച്ച് അവരുടെ ഉത്തരവാദിത്തം അതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പദ്ധതി അതായിരുന്നു. കാലാകാലങ്ങളായി ദൈവരാജ്യം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവർക്ക് വാഗ്ദത്തം കൊടുത്ത ആ വാഗ്ദത്ത നിവൃത്തിയുടെ ആ ഒരു നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്
12 പേരെ ദൈവം ചുമതലപ്പെടുത്തിയത്. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല അത് വെളിപ്പെടാതിരുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ അതിൻ്റെ ആവശ്യം വരുമെന്ന് മുന്നമേ കണ്ടിരുന്ന ദൈവം അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഈ മാർമിക സത്യം പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പൗലോസാണ് പറയുന്നത്, ഇത് പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ ഇത് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴിത് വെളിപ്പെട്ടത് ആർക്കൊക്കെയാണ്? അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ് എന്ന് പറയുകയാണ്. ആരാണ് ഈ അപ്പസ്തലന്മാരും പ്രവാചകന്മാരും? കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം സ്വർഗത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി, ആ സഭയുടെ പണിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരെയാണ് ഈ അപ്പസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4:11 പറയുന്നത്, അവൻ ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതെന്തിനാണ്? അത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ കൃത്യമായിട്ടുള്ള ശുശ്രൂഷകന്മാരെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. അത് പൗലോസ് എന്ന് പറയുന്ന പ്രഥമ വ്യക്തിയിൽ തുടങ്ങി ഏതാനും അപ്പോസ്തലന്മാരെ കൂടി ചേർത്ത് ആ കാലയളവിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും കൂടി ചേർത്താണ് ദൈവം എന്ത് ചെയ്തത്? ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പണി മുന്നോട്ട് നയിച്ചത്. അപ്പോൾ തന്നെ ആരൊക്കെയാണ് 12 കൂടാതെയുള്ള അപ്പോസ്തലന്മാർ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഈ അപ്പോസ്തലന്മാർ എഫെസ്യ ലേഖനം 3-ാം 4-ാം പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരല്ല എന്നുള്ളതാണ് നമ്മുടെ കണ്ടെത്തൽ, അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചറിവ്. അതിനാധാരമായിട്ട് എങ്കിൽ മറ്റപ്പോസ്തലന്മാരെ നമ്മൾ കാണണമല്ലോ. 12 അല്ലെങ്കിൽ മറ്റപ്പോസ്തലന്മാരുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഈ അപ്പോസ്തലന്മാർ എന്നുള്ളത് നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ നമുക്ക് ആ അപ്പോസ്തലന്മാർ ആരാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട്. അപ്പോൾ 12 പേരെ കൂടാതെ ഇതാ അപ്പോസ്തലനായ പൗലോസ്, ഇതാ അപ്പോസ്തലനായ ബർന്നബാസ്. ഇവിടെ 2 അപ്പോസ്തലന്മാർ ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്നെടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം അവിടെ വായിക്കുകയാണ്, ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പറയുന്നു ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ. അപ്പോൾ പൗലോസിനോട് കൂടെ ഞങ്ങളെ അപ്പോസ്തലന്മാരായ ഞങ്ങളെ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ഏതാനും അപ്പോസ്തലന്മാരും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് 4-ന്റെ 6-ാം വാക്യം കൂടി ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ചു പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്നു, തൻ്റെ കൂടെയുള്ള അപ്പൊല്ലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അപ്പൊല്ലോസും ആരാണ്? അപ്പൊല്ലോസും അപ്പസ്തോലനാണ്. ഇവിടെ പൗലോസും ബർന്നബാസും അപ്പൊല്ലോസും അപ്പസ്തോലന്മാരായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ തന്നെ 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്നെടുക്കാം. ഇനി ആരെങ്കിലും അപ്പസ്തോലന്മാരായിട്ടുണ്ടോ? 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിരുന്നിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ട്, അപ്പോൾ അപ്പസ്തോലന്മാർ എന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഉണ്ടെങ്കിലാണല്ലോ അപ്പസ്തോലന്മാർ എന്ന് പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന ആ ഘനത്തോടെ ഇരിപ്പാൻ കഴിയും, അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ. അപ്പോൾ ഈ സഹ അപ്പസ്തോലന്മാർ ആരാണ്? അതിൻ്റെ 1-ന്റെ 1-ാം വാക്യം, 1 തെസ്സലോനിക്ക ലേഖനം 1-ന്റെ 1-ാം വാക്യം, പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇവിടെ ഞങ്ങൾക്ക് അപ്പസ്തോലന്മാർ എന്ന ഘനത്തോടു കൂടി ഇരിക്കാൻ അധികാരമുണ്ട് എന്ന് പൗലോസ് പറയുമ്പോൾ
തന്നോട് കൂടെയുള്ള അപ്പസ്വലന്മാർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനാണ് 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചത്. ആരൊക്കെയാണ് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന അപ്പസ്വലന്മാർ? ഇവിടെ പറയുന്നു, സിൽവാനോസും തിമോത്തിയോസും. കണ്ടോ? അപ്പോൾ സിൽവാനോസും തിമോത്തിയോസും ആരുടെ കൂടെ? പൗലോസിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂട്ടപ്പസ്വലന്മാരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫിലിപ്പിയ ലേഖനമാണ് നമുക്കൊന്ന് എടുക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 2:25 വാക്യം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനു ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇവിടെ നിങ്ങളുടെ ദൂതനും എന്നുള്ളൊരു പരാമർശമാണ് സത്യവേദ പുസ്തകത്തിലുള്ളത്. എന്നാൽ POC ബൈബിളിൽ നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പിയ ലേഖനം 2:25 വാക്യം. ഫിലിപ്പിയ ലേഖനം 2:25 വാക്യം ഇവിടെ പറയുകയാണ്, എൻ്റെ സഹോദരനും സഹപ്രവർത്തകനും സഹയോദ്ധാവും നിങ്ങളുടെ അപ്പസ്തോലനും എൻ്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അപ്പസ്തോലനായ എപ്പഫ്രോദിത്തോസ് അല്ലേ? അവിടെ സത്യവേദ പുസ്തകത്തിൽ ദൂതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മേൽ പറഞ്ഞ 4 വാക്യങ്ങളിലും നമ്മൾ കണ്ടു അവിടെ ബർണബാസിനെയും അപ്പല്ലോസിനെയും സിൽവാനോസിനെയും തിമോത്തിയോസിനെയും നമുക്ക് അപ്പസ്തോലന്മാരായി കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഫിലിപ്പി ലേഖനം 2:25 സത്യവേദ പുസ്തകത്തിൽ നിങ്ങളുടെ ദൂതൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ POC ബൈബിളിൽ നിങ്ങളുടെ അപ്പസ്തോലൻ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 വാക്യമെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ 5 പേരെയെങ്കിലും പൗലോസിനെ കൂടാതെ അപ്പസ്തോലന്മാരായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെയും തിരിച്ചറിവിനെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ വായിച്ച വാക്യത്തിലേക്കൊന്ന് കടന്നു വരട്ടെ. FS ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ ഇപ്പോൾ വെളിപ്പെടുത്തി കൊടുത്ത ഈ സത്യത്തിൽ ഉൾക്കൊള്ളുന്ന അപ്പോസ്തലന്മാർ ആരാണ്? ഇവിടെ വായിക്കുന്നത് പോലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ, ബർണബാസ്, അപ്പല്ലോസ്, സിൽവാനോസ്, തിമോത്തിയോസ്, അപ്പോൾ തന്നെ എപ്പഫ്രോദിത്തോസ്, ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ ആർക്കും ഇതും വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തിരിച്ചറിവില്ലാതെ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ അപ്പസ്തലന്മാരെന്ന് കേട്ടാൽ അപ്പോൾ തന്നെ 12 പേരും, പ്രവാചകന്മാരെന്ന് കേട്ടാൽ അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകൻ തുടങ്ങിയുള്ള പ്രവാചകനും എന്നുള്ളതാണ് നമ്മുടെ ചിന്തയിൽ ഓടി വരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. പുതിയ നിയമ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരെ പരിശോധിക്കുമ്പോൾ, അതായത് യഹൂദൻ്റെ തിരസ്കരണം മൂലം ബോഡി ഓഫ് ക്രൈസ്റ്റ് കർത്താവ് ആരംഭിച്ചപ്പോൾ ആ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ പണിതെടുക്കുവാൻ 5 കൂട്ടം ശുശ്രൂഷകന്മാരെ ദൈവം ആക്കി വെച്ചു. ഇവിടെ പറയുകയാണ്, അവൻ ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇങ്ങനെ 5 കൂട്ടം കാറ്റഗറിയിൽപ്പെട്ട ശുശ്രൂഷകന്മാരെ ദൈവം ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി മരണശേഷം പുനരുദ്ധാന ശേഷം സ്വർഗത്തിലിരുന്ന കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിലൂടെയാണ് ഈ മാർമിക സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. അതിൽ പ്രഥമസ്ഥാനീയൻ പൗലോസാണ്. താൻ പാപികളിൽ ഒന്നാമൻ, തന്നെ ഈ കൃപയുടെ സുവിശേഷം ഏൽപ്പിച്ചത് പ്രഥമസ്ഥാനീയനായി തന്നെയാണ് എന്നുള്ളതാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് അർത്ഥമാക്കുന്നത്. അപ്പോൾ പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ വെളിപ്പെട്ടതുപോലെ, എന്താണ് ആ വാക്യം? ഒന്നുകൂടി വായിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ. ഇതെങ്ങനെയാണ് വെളിപ്പെട്ടത്? തിരുവെഴുത്തുകളിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയെന്നല്ല പറയുന്നത്, പരിശുദ്ധ ആത്മാവിൽ അത് വെളിപ്പെട്ട് കിട്ടി. മനസ്സിലായോ? അന്ന് തിരുവെഴുത്ത് എഴുതി പൂർണ്ണമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയുണ്ടായിരുന്നു, കൃപാവരങ്ങളിൽ അന്യഭാഷകളുടെ ശുശ്രൂഷയുണ്ടായിരുന്നു. എന്നാൽ ഈ ശുശ്രൂഷയൊക്കെയും വചനമെന്ന തിരുവെഴുത്ത് എല്ലാം എഴുതി പൂർണ്ണമായപ്പോൾ, ആ പൂർണ്ണമായത് വന്നപ്പോൾ അംശമായ പലതും അത് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇനി കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാറ്റപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഞാൻ അർത്ഥമാക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, 12 അപ്പോസ്തലന്മാർ കൂടാതെ മറ്റ് അപ്പോസ്തലന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 12 അപ്പോസ്തലന്മാരാണ് രാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ.
വളരെ പ്രാർത്ഥനയോടുകൂടിയും ഒരു കൂട്ടം ജനത്തിൽ നിന്നും 12 പേരെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച് അവർക്ക് പ്രത്യേകമായ അധികാരം കൊടുത്ത് നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം, ഈ ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിക്കണം. നിങ്ങൾ ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്, ജാതികളുടെ അടുക്കൽ പോവുകയേ അരുത്, നഷ്ടപ്പെട്ടു പോയി ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. 12 എന്ന് പറയുന്ന സംഖ്യ ആ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് കർത്താവ് അവിടെ നടത്തിയിട്ടുള്ളത്. അത് രാജ്യത്തിൻ്റെ സുവിശേഷത്തിലാണ്. എന്നാൽ രാജ്യത്തിൻ്റെ സുവിശേഷം യഹൂദൻ തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ ഇവിടെ ഇതാ ജാതികളുടെ അപ്പോസ്തലനായ പൗലോസിനെയും പൗലോസിൻ്റെ കൂടെ കൂട്ടുവേലക്കാരായി അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും അല്ലെങ്കിൽ പ്രബോധകരെയും ഉപദേശകന്മാരെയും എഴുന്നേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള സകല ഉപദേശവും നമുക്ക് തിരുവചനത്തിൽ നൽകിയിരിക്കുകയാണ്. മനസ്സിലായോ? ഈ അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയുമാണ് ആ സഭ, ദൈവസഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം കൂടി ഈ വിഷയം പൗലോസ് പത്രോസിനെ ഗ്രഹിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ 14 ആണ്ട് കഴിഞ്ഞ് ഞാൻ ഓടിയതോ വ്യർത്ഥമാകാതിരിക്കുവാൻ വേണ്ടി ഞാൻ ജാതികളുടെ അടുക്കൽ പ്രസംഗിക്കുന്ന സുവിശേഷം ഇന്നതാണ് എന്ന് ഞാൻ വളരെ രഹസ്യമായി നേതൃത്വ സ്തംഭങ്ങളായ പത്രോസിനോടും കൂട്ടരോടും ഞാൻ വിവരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിവരിക്കുമ്പോൾ ഞാനത് എടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. അവിടെ പത്രോസ് അവർക്ക് കൂട്ടായ്മയുടെ വലം കൈ കൊടുത്തിട്ട് അവർ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഭംഗിയായി ചെയ്തുകൊള്ളുക എന്ന് പറയാനിടയായിത്തീർന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, പാവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതെന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറയാൻ കാരണം? പത്രോസ് പറഞ്ഞു, ഇതാ എല്ലാം വിറ്റ് കർത്താവിൻ്റെ ഉപദേശപ്രകാരം സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉപദേശപ്രകാരം പത്രോസ് പ്രസംഗിച്ചു. അനേകരെ കൊണ്ട് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവരെല്ലാവരും ദരിദ്രന്മാരായി തീർന്നു. കർത്താവ് വരുന്നില്ല, കർത്താവ് വരുവാൻ താമസം വരികയാണ്. അങ്ങനെ പത്രോസിനോട് ചോദിച്ചു ആളുകൾ പിന്നീട്, എന്തേ പത്രോസേ, നീ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്നും ഞങ്ങൾ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് ഞങ്ങൾ പട്ടിണിയിലും ദരിദ്രത്തിലും ആയല്ലോ എന്നൊക്കെയും കംപ്ലൈൻറ്റുകൾ കിട്ടിയപ്പോൾ പത്രോസ് പറയുകയാണ്, പൗലോസിനോട് പറയുകയാണ്, പാവങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം. ഇങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ ബൈബിളിൽ അതൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്ത പലരുടെയും ഹൃദയത്തിലുണ്ടാകാം. എന്നാൽ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചെടുക്കുവാൻ കഴിയും. അങ്ങനെ ഇമാജിനേഷൻ അല്ല, അല്ലെങ്കിൽ സാങ്കല്പിക സൃഷ്ടിയിലൂടെ ഞാൻ പറയുന്നൊരു കാര്യമല്ല. നമുക്ക് 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇവിടെ പത്രോസ് വളരെ വ്യക്തമായി പറയുകയാണ്. കാരണം എന്താണ്? ഗലാത്യ ലേഖനം 2-ാം അധ്യായം പൗലോസ് പത്രോസിൻ്റെ അടുക്കൽ പോയി ചില കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ് പത്രോസ് പറയുന്നത്? അവണ്ണം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള അത് ചിലതുണ്ട്. എന്താണ് പൗലോസ് ഇവിടെ പറയുകയാണ്? അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. പത്രോസ് സാക്ഷിക്കുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസിന് കിട്ടിയ ജ്ഞാനപ്രകാരം ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് അപ്പോസ്തലനായ പത്രോസ് 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എഴുതുമ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പൗലോസും എഴുതിയിരിക്കുക. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതും പത്രോസിനറിയാം, പൗലോസിനറിയാം. പക്ഷേ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും എന്നുള്ളത് പൗലോസിനാണ് വെളിപ്പെട്ടത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് കർത്താവിൻ്റെ 2 വരവിനെ കുറിച്ച് പറയുന്നു. ഒന്ന് മധ്യാകാശത്തിൽ വന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ചേർക്കും. 2 മഹത്വ പ്രത്യക്ഷതയിൽ വന്ന് മഹാപീഡനത്തിൻ്റെ ഒടുവിൽ കർത്താവ് മഹത്വ പ്രത്യക്ഷത നടത്തും എന്നുള്ള 2 കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മിസ്റ്ററി ഗോസ്പൽ അറിയാതിരിക്കുന്ന കിങ്ഡം സെയിൻസ് അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷകന്മാർ, ദൈവരാജ്യ വിശ്വാസികൾ പൗലോസ് ഇപ്പോൾ പറയുന്ന മിസ്റ്ററി ഗോസ്പൽ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പത്രോസിന് കാര്യം പിടികിട്ടിയ പത്രോസ് പറയുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനപ്രകാരം ചില കാര്യങ്ങൾ ഇതേക്കുറിച്ച് തന്നെ, കർത്താവിൻ്റെ ഈ വരവിനെ കുറിച്ച് തന്നെ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. പത്രോസ് തന്നെ വളരെ വളരെ പണിപ്പെട്ടാണ് ഇത് മനസ്സിലാക്കിയത്. അപ്പോൾ പത്രോസിന് ഇത് ഗ്രഹിക്കാൻ പ്രയാസമാണെങ്കിൽ പത്രോസിൻ്റെ സുവിശേഷം കേട്ട, ദൈവരാജ്യ സുവിശേഷം കേട്ടവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുമോ?
ഒരിക്കലും അത് കഴിയില്ല. കാരണം അവരുടെ പദ്ധതി അതായിരുന്നു. ആ ആദ്യ നൂറ്റാണ്ടിൽ ഈ ദൈവരാജ്യം റണ്ണിങ്ങിൽ നടക്കുമ്പോൾ തന്നെ അവിടെ ഇതാ തിരസ്കരണം സംഭവിക്കുമ്പോൾ ദൈവരാജ്യം പതിയെ സ്റ്റോപ്പ് ആവുകയും അവിടെ നിന്ന് കൃപയുടെ സുവിശേഷം അത് പയ്യെ സ്റ്റാർട്ടായിക്കൊണ്ട് വേഗത്തിലോടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ ഈ കാര്യം പത്രോസ് ഗ്രഹിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് താമസം വന്നു, പിതാക്കന്മാർ നിദ്ര കൊണ്ടത് മുതൽ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുവല്ലോ, കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് പത്രോസിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസിന് ചില കാര്യങ്ങൾ ദൈവജ്ഞാനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്തവർ മറ്റുള്ള തിരുവെഴുത്തുകളെ കോട്ടിമാട്ടുന്നത് പോലെ ഇതിനെയും കോട്ടിമാട്ടിക്കളയുന്നു എന്നുള്ളതാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, പത്രോസും കൂട്ടരും ശുശ്രൂഷിച്ച ശുശ്രൂഷയും പൗലോസും കൂട്ടരും ശുശ്രൂഷിച്ച ശുശ്രൂഷയും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെ അതാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് രാജ്യത്തിൻ്റെ സുവിശേഷവും ഒന്ന് കൃപയുടെ സുവിശേഷവും. അപ്പോൾ എഫെസ്യ ലേഖനം 1:10 വീണ്ടും പറയുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നു ചേരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കാലസമ്പൂർണ്ണതയുടെ വ്യവസ്ഥ എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്ന് റാപ്ചർ സംഭവിച്ചാൽ നാം അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ആ കീഴിൽപ്പെടുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്വർഗാരോഹണം ചെയ്ത് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട റാപ്ചർ എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു, അല്ലേ? അപ്പോൾ നാം സ്വർഗത്തിലായിരിക്കും. അപ്പോൾ തന്നെ അതിനുശേഷം 7 വർഷത്തെ മഹാപീഡയിലൂടെ യഹൂദനും അവൻ ശുദ്ധീകരിച്ചെടുത്ത് വീണ്ടും ആ മണവാട്ടി സഭയുടെ പണി പൂർത്തീകരിച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ മണവാട്ടി സഭയുടെ പണി പൂർത്തീകരിച്ച് കർത്താവ് ഈ ഭൂമിയിൽ 1000 ആണ്ട് ഇവിടെ അവരെ വാഴുവാനും ഇടയായിത്തീരും. അപ്പോഴാണ് 12 അപ്പോസ്തലന്മാരൊക്കെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ ഇരുന്ന് സിംഹാസനത്തിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുക. എന്നാൽ 1000 സംവത്സരം എന്നുള്ള ആ ദൈവരാജ്യം എന്ന് പറയുന്ന ആ പദ്ധതി യഹൂദന് നിവർത്തിച്ചതിന് ശേഷം സ്വർഗത്തിലുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റും ഭൂമിയിലുള്ള ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് മണവാട്ടി സഭയും എഫെസ്യ ലേഖനം 1:10 പറയുന്നത് പോലെ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ എവിടെയൊന്നിക്കും പുത്തനാം യെരുശലേമിൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിൽ ഒന്നിച്ചു ചേരും എന്നുള്ള ദൈവിക പദ്ധതിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് വചനത്തെ തെറ്റിദ്ധരിക്കാതെ, പ്രവാചകനെന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയ നിയമ പ്രവാചകന്മാരും 12 അപ്പോസ്തലന്മാരുമാണെന്ന് ചിന്തിക്കാതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5ഓളം വ്യക്തികൾ ആരൊക്കെയാണ്? പൗലോസ്, അതായത് 12 കൂടാതെ ആരൊക്കെയാണ് മറ്റ് അപ്പോസ്തലന്മാർ? ഇവിടെ വ്യക്തമായി പറയുകയാണ്, പൗലോസ്, ബർണബാസ്, അപ്പല്ലോസ്, സിൽവാനോസ്, തിമോത്തിയോസ്, എപ്പഫ്രോദിത്തോസ്. മനസ്സിലായോ? ഇങ്ങനെ 6 പേരെങ്കിലും അപ്പോസ്തലന്മാരായിട്ട് ഇവിടെ ഉണ്ട്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചവരാണ് ഈ അപ്പോസ്തലന്മാർ. ഇവർക്കാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ വെളിപ്പാട് കിട്ടിയത്. അവരാണ് ഈ സഭയുടെ പണിക്കാർ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സത്യങ്ങളെ മനസ്സിലാക്കി കൃത്യമായി അതിനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ 1000 ആണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്? നിലവിൽ ആ പദ്ധതി ഇന്ന് നിലവിലില്ല. ഇന്ന് ആകെ നിലവിലുള്ള ഒരൊറ്റ പദ്ധതി എന്ന് പറയുന്നത് കൃപയാലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗത്തിൻ്റെ അംഗമായി തീർന്നുകൊണ്ട് കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമുക്ക് കൂടെ സ്വർഗത്തിലേക്ക് പോകാം. നാം ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോഴാണ് വീണ്ടും ഇവിടെ ആ നിർത്തിവെച്ചിരിക്കുന്ന യഹൂദൻ്റെ ദൈവരാജ്യം എന്ന് പറയുന്ന മണവാട്ടി സഭയുടെ പണി ദൈവം പൂർത്തീകരിക്കുകയുള്ളൂ. ഇത് രണ്ടും ദൈവം ചെയ്തിരിക്കും. ഇത് ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. എഫെസ്യ ലേഖനം 3-ാം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ഒന്ന് കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഈ ചിന്തയോടുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം അത് തന്നിലൂടെയാണ് വെളിപ്പെടുത്തിയതെന്നും, അല്ലെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ആ പരമമായ ജ്ഞാനം അത് വെളിപ്പെട്ടപ്പോൾ താൻ ജഡരക്തങ്ങളോട് ആലോചിക്കാതെ ആ ദൈവത്തിൻ്റെ വെളിപ്പാടിന് മുന്നിൽ താൻ അവിടെ സറണ്ടർ ചെയ്യുകയായിരുന്നു. തൻ്റെ മഹത്വവും മാഹാത്മ്യവും, അല്ലെങ്കിൽ താൻ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവൻ, ബെഞ്ചമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽക്കാരൻ, അബ്രാഹത്തിൻ്റെ സന്തതി എന്നുള്ള പദവികളൊക്കെയും കളഞ്ഞുകൊണ്ട് ക്രിസ്തു എന്നുള്ള ഏക പോയിന്റിലൂടെ ന്യായപ്രമാണം കൂടാതെ തൻ്റെ പ്രവൃത്തികളെ കൂടാതെ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ കരസ്ഥമാക്കിയെടുക്കാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സ്വർഗീയവാസം അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ അംഗങ്ങളായി തീരുവാൻ ആണ് നമ്മളെയും ആഹ്വാനം ചെയ്യുന്നത്.
പറഞ്ഞത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലായി എന്നെനിക്കറിയില്ല. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ പറഞ്ഞത് കേട്ട് വിലയിരുത്തി ഈ വാക്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. രണ്ടും രണ്ട് ദൈവിക പദ്ധതികളാണെന്നും ഇത് രണ്ടും നിത്യതയിൽ ഒന്നായി ചേരും, നമുക്കെല്ലാവർക്കും ഒന്നായി ചേരുവാൻ ഇടയായിത്തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്കുകളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.